ഗിരിയുടെ അടുത്ത് വരുന്ന മഞ്ജുവിനോട് ഇന്ന് തനിക്ക് നല്ല ഉന്മേഷമുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. മഞ്ജു ആണെങ്കിലും വളരെ സന്തോഷവതിയായിട്ടാണ് ഗിരിയോട് സംസാരിക്കുന്നത്. യാതൊരു ദേഷ്യമൊന്നുമില്ലാതെ വളരെ ഭയത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഗിരി പോകുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഗിരിയേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം ദേഷ്യപ്പെട്ടു. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്തോ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കണം, ഒന്നും മനസ്സിൽ വെക്കരുതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗിരി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവൾക്ക് എന്തറിയാം, ഇതെല്ലാം ആ ഏലസിൻ്റെ ശക്തി കൊണ്ടാണെന്ന് ഈ പാവത്തിന് അറിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. സാരമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, ഞാനിതെല്ലാം ഗിരിയേട്ടനും എനിക്കും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത്. എന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അമ്മ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ് വ്രതം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനോട് അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഗിരിയേട്ടൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അല്ലെങ്കിൽ ഗിരിയേട്ടൻ്റെ ഇഷ്ടക്കേട് കൊണ്ട് അത് തെറ്റിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പോഴും എനിക്ക് തന്നെ അതിന് പഴി കേൾക്കേണ്ടി വരും. ഇത് ഒരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്നൊക്കെ എനിക്കറിയാം. എന്നിട്ടും എനിക്ക് ഇഷ്ടമില്ലാതെ ഞാനത് ചെയ്യുന്നത് അമ്മയുടെ ഇഷ്ടം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഗിരിയും പറയുകയാണ്, നീ ഈ ഒറ്റ തവണത്തേക്ക് എന്നോട് ഒന്ന് ക്ഷമിക്കുകയെന്ന് പറയുകയാണ്. എന്നാലും എന്തിനാ ഗിരിയേട്ടൻ ആ ഏലസ് മുറിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നീ ഒരു തവണ എന്നോട് ക്ഷമിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, പിന്നെ ഗിരിയേട്ടനോടല്ലാണ്ട് ഞാൻ വേറെ ആരോടാണ് ക്ഷമിക്കേണ്ടത്, വേറെ ആരെയും ഞാൻ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ദേഷ്യവും ഇതെല്ലാം ഇങ്ങനെ മാറുകയാണ്. ഭാനുവമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ നമ്മുടെ സ്വപ്നയോട് പറയുകയാണ്, എന്നാലും ഒരു കരുതൽ, കാളീശ്വരിയുടെ കരുതൽ ഭയങ്കര സംഭവം തന്നെയാണ്. ആ രാത്രി വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, വേറെ വല്ലവരാണെങ്കിൽ പൂജ കഴിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി, അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾക്ക് അതിനുള്ള ഫലം കിട്ടുന്നുണ്ടോ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരാളാണ്. അത്ര ആത്മാർത്ഥതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭാനുവും പറയുകയാണ്, അതെ ശരിയാണെന്ന് പറയുകയാണ്. അപ്പോൾ സ്വപ്ന അതെല്ലാം കേട്ടിട്ട്, ശരി, അതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, എല്ലാം കാളീശ്വരയുടെ ശക്തിയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഘട്ടങ്ങൾ വരുന്നുണ്ട്. മഹിമ വരുമ്പോഴേക്കും എല്ലാം എൻ്റെ മോൾക്കും മരുമോൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂജ എല്ലാം ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത് എന്നൊക്കെ മഹിമയെ കേൾപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ മഹിമയാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ദിഗംബരൻ വിളിച്ചിരുന്നു, ചേട്ടനെ ഗിരിയേട്ടനെയാണ് വിളിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താ മോളെന്ന് പറയുമ്പോൾ, ചേട്ടൻ പറയരുതെന്നാണ് പറഞ്ഞത്, അമ്മയോട് ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞാണ്, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതായത് കുറച്ച് വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുകൂടാതെ അമ്മ പോയിട്ട് അവിടെ പ്രദക്ഷിണം വയ്ക്കണം 101 വട്ടം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നു. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണ് നമുക്ക് പൂജ കഴിപ്പിച്ചിട്ടുള്ള ഫലം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ തന്നെ അമ്മയാണ് ആ പ്രദക്ഷിണം വെക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അമ്മയ്ക്ക് അത് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ചേട്ടൻ ഇത് അമ്മയെ അറിയിക്കരുതെന്ന് പറഞ്ഞതെന്ന് പറയുകയാണ്. അതൊന്നും സാരമില്ല, ശയന പ്രദക്ഷിണം വെക്കണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി വെക്കുമെന്ന് പറയുകയാണ് ഭാനുവമ്മ. അപ്പോൾ മഹിമയും ഓർക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിയെ ഒഴിവാക്കാൻ വേണ്ടി എന്തും നിങ്ങൾ ചെയ്യുമെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോൾ സ്വപ്ന പറയുകയാണ്, എനിക്ക് ഇവളെ അത്ര വിശ്വാസമൊന്നുമില്ല, ഇവളുടെ ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ കളിക്കുന്നത് പോലെ തന്നെ ഒരു കളി തിരിച്ച് അവൾ നമുക്കിട്ട് തരുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയുമ്പോൾ, നമ്മളെന്തിനിപ്പോൾ സംശയം വെച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ദിഗംബരനോട് നേരിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ, അല്ലെങ്കിലും കുഞ്ഞാറ്റയല്ലേ ഇത്രയും നാൾ അവർ വിളിച്ചുകൊണ്ടിരുന്നു വെച്ചത് കളേശ്വരിയൊക്കെ, പിന്നെ എന്തിനിപ്പോൾ ചേട്ടനെ വിളിക്കുന്നതെന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ, എന്നാൽ നമുക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ദിഗംബരനെ വിളിക്കുകയാണ്. അപ്പോൾ ജയ് കളി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ ഞാൻ ഗിരിയെ വിളിച്ചെല്ലാം പറഞ്ഞില്ലേ, അതെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ എങ്കിൽ ശരി, ഞങ്ങൾ എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് ഒരു ഫോണും വെക്കുന്നു. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ കാളേശ്വരി ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ബാങ്കുകാരാണെന്ന് പറഞ്ഞ് ദിഗംബരൻ കള്ളം പറയുകയാണ്. എന്നിട്ട് ഭാനുവമ്മയും കുഞ്ഞാറ്റയും എല്ലാം കഴിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. മുകുന്ദൻ്റെ വീട്ടിൽ മഹിമയും മുകുന്ദനും ഗിരിയും കൂടി ഒത്തുകൂടുകയാണ്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് സമാധാനമായി, ഏലസ് മുറിച്ച് കളയാൻ സാധിച്ചത് നിങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ്, ഇപ്പോഴാണ് സമാധാനമായെന്നൊക്കെ പറയുമ്പോൾ മഹിമ പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, അതൊന്നും അത്ര വലിയ ശാശ്വതമായ പരിഹാരമല്ല, മഞ്ജു ചേച്ചിയുടെ കൂടെ ചേട്ടൻ നിൽക്കാൻ തയ്യാറായാൽ ഇതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, ഇപ്പോഴും ചേട്ടൻ അമ്മയെയും പെങ്ങളെയും പേടിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, നീ പറയുന്നത് മുഴുവൻ ശരിയല്ല, പക്ഷെ നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല, ഇതെല്ലാം ആർക്കും ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്കിതെല്ലാം പരിഹരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണ്. ശേഷം കാണിക്കുന്നത് ശാലിനിയുടെ വീടാണ്.
ഗിരിയെ കാണാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചാച്ചു തടയുകയാണ്. അപ്പോൾ തന്നെ സഞ്ജയും അങ്ങോട്ട് വരുന്നു. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അച്ഛനിതെല്ലാം അറിയുന്നുണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അല്ലെങ്കിൽ പോകരുതെന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് ശാലിനി കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഭാനുവമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയോട് സംസാരിക്കുകയാണ്. എല്ലാം കൃത്യമായി ചെയ്ത് അങ്ങനെ കാലുവേദനയായിട്ട് ഇരിക്കുന്ന ഭാനുവമ്മയ്ക്ക് കാല് തിരുമ്മി കൊടുക്കുകയാണ് കുഞ്ഞാറ്റ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന് സ്വപ്ന ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ ഇതൊക്കെ വേണം, കാളീശ്വരി പറഞ്ഞതല്ലേ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിരി അങ്ങോട്ട് വരികയാണ്. ഗിരി വരുമ്പോൾ അമ്മയുടെ കാല് തിരുമുന്നത് കൊണ്ട് അയ്യോ അമ്മ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ പ്രദക്ഷിണം നടത്തിയ കാര്യമൊക്കെ പറഞ്ഞു. എല്ലാ ആവശ്യമുണ്ടായിരുന്നു, കണ്ണീ കണ്ട സന്യാസിമാർ പറയുന്നതെല്ലാം കേട്ട് മന്ത്രവാദികൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നയും പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ചേട്ടാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ മഹിമ പറയുകയാണ്, എന്നാലും ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ വലിയ ഭാഗ്യം തന്നെ വേണം, എൻ്റെ ദാമ്പത്യം നന്നാവാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അമ്മയും പറയുകയാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഗിരി.